ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ എ പത്മകുമാർ പാർട്ടിക്ക് വിശദീകരണം നൽകി. ബോർഡ് രേഖകളിലെ തിരുത്തൽ സാങ്കേതികം മാത്രമായിരുന്നുവെന്നും ഉയർന്ന ആരോപണങ്ങളുടെ ഉത്തരവാദിത്വം തന്റെ മേൽ മാത്രം കെട്ടിവെക്കാനാവില്ലെന്നും പത്മകുമാർ പറഞ്ഞു. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നൽകിയ രജിസ്റ്റേർഡ് നോട്ടീസിനാണ് പത്മകുമാർ മറുപടി നൽകിയത്. ജയിലിൽ നിന്നിറങ്ങിയ പത്മകുമാറിന് ശബരിമല സ്വർണ്ണ കവർച്ച ആരോപണങ്ങളിൽ വിശദീകരണം ആവശ്യപ്പെട്ട് CPM കത്ത് നൽകിയിരുന്നു. ഈ കത്തിന് മറുപടിയാണ് പ്രത്യേക ദൂതൻ വഴി പത്മകുമാർ നൽകിയത്. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന യാതൊരു നടപടിയും താൻ സ്വീകരിച്ചിട്ടില്ല. ദേവസ്വം ബോർഡിന് മുന്നിലെത്തിയ രേഖകളിൽ പിത്തള എന്നത് വെട്ടി ചെമ്പ് എന്നാക്കി മാറ്റിയത് മാത്രമാണ് തനിക്കെതിരെ SIT കണ്ടെത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സ്വർണം പൂശിയത് ചെമ്പ് പാടുകളിലാണെന്നും പിത്തളയിലല്ലെന്നും പത്മകുമാർ പറഞ്ഞു. ബോർഡ് രേഖകളിലെ സാങ്കേതികമായ തിരുത്തൽ താൻ വ്യക്തിപരമായി എടുത്ത തീരുമാനമല്ലെന്നും ദേവസ്വം ബോർഡ് കൂട്ടായി എടുത്ത തീരുമാനമാണെന്നും പത്മകുമാർ വിശദീകരിച്ചു. തിരുവാഭരണം കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചെമ്പുപാളികൾ നവീകരിക്കുക എന്നതായിരുന്നു ബോർഡിന്റെ പൊതുവായ തീരുമാനം. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തന്റെ മേൽ മാത്രം കെട്ടിവെക്കാനാവില്ലെന്നും പത്മകുമാർ പറഞ്ഞു. SIT കുറ്റപത്രം സമർപ്പിക്കുകയും അതിൽ തന്നെ പ്രതിയാക്കുകയും ചെയ്താൽ മാത്രമേ ഇതിന് നിയമപരമായ പ്രസക്തിയുള്ളൂവെന്നും തന്റെ ഭാഗത്തു നിന്ന് തെറ്റായ നീക്കങ്ങൾ ഉണ്ടായിട്ടില്ലാത്തതിനാൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കരുതെന്നും പത്മകുമാർ ആവശ്യപ്പെട്ടു. നേരത്തെ പത്മകുമാറിനെ പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കാൻ പത്തനംതിട്ട ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് വിശദീകരണ കത്ത് നൽകിയത്. പത്മകുമാറിനെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു. ജനം, പത്തനംതിട്ട.